ഓർഡർ. സ്റ്റാറ്റ്യൂട്ടറി പ്രമേയം. ധനകാര്യ വകുപ്പ് മന്ത്രി അങ്ങേക്ക് സ്റ്റാറ്റ്യൂട്ടറി പ്രമേയം അവതരിപ്പിക്കാവുന്നതാണ്. സർ, സർക്കാർ പൊതുവായ്പ എടുക്കണമെന്ന ആവശ്യത്തിനോ അല്ലെങ്കിൽ ഔദ്യോഗിക ഗസറ്റിൽ സർക്കാർ വിജ്ഞാപനം ചെയ്തേക്കാവുന്ന മറ്റ് ഏതെങ്കിലും ആവശ്യത്തിനോ വേണ്ടി സർക്കാർ സൃഷ്ടിക്കുന്നതും പുറപ്പെടുവിക്കുന്നതുമായ ഈടുപത്രങ്ങൾ പൊതുവിപണിയിലും സ്ഥാപനങ്ങൾക്കും വിനിമയം ചെയ്തിരുന്നത് 1944 പൊതുക്കടം ആക്ട് പ്രകാരമാണ്. കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ പുറപ്പെടുവിക്കുന്ന ഈടുപത്രങ്ങളുടെ ഭരണനിർവഹണത്തെ സംബന്ധിച്ചും അതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളും കൂടുതൽ സുതാര്യമായ രീതിയിൽ നടപ്പാക്കുന്നതിലേക്കായി ഒരു നിയമം ആവശ്യമാണെന്ന് ഭാരതീയ റിസർവ് ബാങ്ക് കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്തതിൻ്റെ ഭാഗമായി 2006 സർക്കാർ ഈടുപത്രങ്ങൾ ആക്ട്, 2006 38 കേന്ദ്ര ആക്ട് പാർലമെൻറ്റിൽ പാസ്സാക്കിയിരുന്നു. സർ, പ്രസ്തുത നിയമത്തിൽ 1944 പൊതുക്കടം ആക്ടിലെ ഭൂരിഭാഗം വകുപ്പുകളിലെ വ്യവസ്ഥകൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും കാലഹരണപ്പെട്ട നിയമങ്ങൾ റദ്ദു ചെയ്യുന്നതിൻ്റെ ഭാഗമായി 1944 പൊതുക്കടം ആക്ട് റദ്ദു ചെയ്യണമെങ്കിൽ 2006 സർക്കാർ ഈടുപത്രങ്ങൾ ആക്ടിലെ ബന്ധപ്പെട്ട വകുപ്പുകളിൽ ഭേദഗതി വരുത്തി 1944 പൊതുക്കടം ആക്ട് പ്രകാരം പൊതുവിപണിയിൽ സർക്കാർ വിതരണം ചെയ്ത അല്ലെങ്കിൽ വിനിമയം ചെയ്ത ഈടുപത്രങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ട്. പ്രസ്തുത വിഷയം ഭാരതത്തിൻ്റെ ഭരണഘടനയിലെ 7ാം പട്ടിക പ്രകാരം സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ടതാകയാൽ 1944 പൊതുക്കടം ആക്ട് റദ്ദു ചെയ്യുന്നതിന് കേന്ദ്ര സർക്കാരിനെ പ്രാപ്തമാക്കുന്നതിലേക്കായി ഭരണഘടനയിലെ 252 അനുച്ഛേദ പ്രകാരം സംസ്ഥാനങ്ങൾ ഈ വിഷയത്തിൽ നയപരമായ തീരുമാനമെടുത്ത് അതത് സംസ്ഥാനങ്ങളിലെ നിയമസഭയിൽ പ്രമേയം പാസ്സാക്കേണ്ടത് അനിവാര്യമാണ്. ഈ പശ്ചാത്തലത്തിൽ 2006 സർക്കാർ ഈടുപത്രങ്ങൾ ആക്ടിൽ ആവശ്യമായ ഭേദഗതി വരുത്തുവാൻ വേണ്ട അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ഭരണഘടനയിലെ 252 അനുച്ഛേദ പ്രകാരം ഈ സഭ കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു. പ്രമേയത്തെ പിന്താങ്ങേണ്ടതാണ്. ബഹുമാനപ്പെട്ട അംഗം ശ്രീ എൻ ഷംസുദ്ദീന് പ്രമേയത്തിനുള്ള ഭേദഗതി അവതരിപ്പിക്കാവുന്നതാണ്. സർ, ഇതിലിവിടെ ഉള്ള ഒരു സംഗതി, സംസ്ഥാന വിഷയങ്ങളിൽ കേന്ദ്രം നിയമം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് ആർട്ടിക്കിൾ 252 എന്നുള്ളതാണ് സർ, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 252. ഇവിടെ നിലവിൽ 2 കേന്ദ്ര നിയമങ്ങളുണ്ട്. അത് കേന്ദ്ര ലിസ്റ്റിലായതുകൊണ്ടാണ് കേന്ദ്രം നിയമം നിർമ്മിച്ചത്. കോഡിഫിക്കേഷൻ ഓഫ് ലോയുടെ ഭാഗമായി, അതായത് നിയമങ്ങൾ എല്ലാം കൂടി ക്രോഡീകരിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു നിയമം ഇല്ലാതാകുന്നത് കൊണ്ട് അതിലെ വകുപ്പുകൾ മറ്റൊരു നിയമത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നതിനാണ് ഈ പറഞ്ഞൊരു പ്രോസസ്സ് നടത്തുന്നത്. അപ്പോൾ 2 കേന്ദ്ര ആക്റ്റുകളെ കൂട്ടി യോജിപ്പിക്കുമ്പോൾ അതിന് എന്തിനാണ് സംസ്ഥാനത്തിൻ്റെ അനുമതി വാങ്ങേണ്ടത് എന്നുള്ള ഒരു പ്രശ്നം 252 ആർട്ടിക്കിൾ ഇവിടെ അപ്ലിക്കബിൾ ആണോ ബാധകമാണോ എന്ന എൻ്റെ ഒരു ലീഗൽ ഡൗട്ട് ഞാൻ ആദ്യമായിട്ട് ഉന്നയിക്കുകയാണ്. അത് പക്ഷേ കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടാണ് ഇങ്ങനെ ഒന്ന് കൊടുക്കുന്നതെങ്കിൽ ഞാനത് പ്രസ് ചെയ്യുന്നില്ല. പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ടത് 2 കേന്ദ്ര നിയമങ്ങളെ കൂട്ടി യോജിപ്പിക്കുമ്പോൾ അതിനെന്തിനാണ് സംസ്ഥാനത്തിൻ്റെ അനുവാദം വാങ്ങേണ്ടത് എന്നുള്ളതാണ്. ഇനി ഇവിടെ ഈ പ്രമേയത്തിൻ്റെ ഘടനയിൽ സർ അതിൽ കൃത്യമായിട്ട് തന്നെ ആർട്ടിക്കിൾ 252 അത് പറയുന്നുണ്ട്, if it appears to the legislature of 2 or more states to be desirable that any of the matters with respect to the which parliament has no power to make law for the states except as provided in article 249 and 50, അത് അടിയന്തരാവസ്ഥ എൻ്റെ രാജ്യസുരക്ഷയ്ക്കായിട്ട് ബന്ധപ്പെട്ടാണ്. അത് മാറി regulation in such state by parliament by law, and if resolution to that effect are passed by all the houses of the legislatures of those states, it shall be lawful for parliament. അപ്പോൾ അങ്ങനെ സംസ്ഥാന വിഷയങ്ങളിൽ കേന്ദ്രം പാർലമെൻറ്റ് നിയമം പാസ്സാക്കുമ്പോഴാണ് ഇത് അപ്ലിക്കബിൾ ആകുന്നത്. പക്ഷേ ഇവിടെ 2 കേന്ദ്ര നിയമങ്ങളെയാണ് കൂട്ടി യോജിപ്പിക്കുന്നത്. അതിനെന്തിനാണ് സംസ്ഥാനത്തിൻ്റെ അനുവാദം എന്നുള്ള ഉന്നയിക്കുന്നു സർ. അതോടൊപ്പം ഇവിടെ ഇത് കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടാണ് ഇങ്ങനെ ഒരു പ്രമേയം നമ്മൾ പാസ്സാക്കുന്നതെങ്കിൽ ഇവിടെ നമ്മുടെ അനുവാദവും സമ്മതവുമാണ് ചോദിക്കുന്നത്. പക്ഷേ ഈ പ്രമേയത്തിൻ്റെ ഘടന എങ്ങനെയാണ് സർ? അവസാനം വരുമ്പോൾ സർക്കാർ ഈടുപത്രങ്ങൾ ആക്ടിൽ ആവശ്യമായ ഭേദഗതി വരുത്തുവാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്. ശരി സർ. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലല്ല ഇതിൻ്റെ ഘടന വേണ്ടത്. അതാണ് ഞാനിവിടെ ഭേദഗതിയായിട്ട് ഞാൻ ഉന്നയിക്കുന്നത് സർ. അങ്ങനെ തിരക്കൂട്ടില്ലേ? പ്രമേയത്തിൽ നിയമസഭയിൽ ഒരു പ്രമേയം പാസ്സാക്കേണ്ടത് അനിവാര്യമാണ് എന്നതിന് ശേഷം വരുന്ന ഭാഗങ്ങളെല്ലാം ഒഴിവാക്കി അടുത്ത ഖണ്ഡികയായി താഴെ പറയുന്നത് ചേർക്കുക. ആയതിനാൽ
മേൽ വിവരിച്ച ഭരണഘടനാ വ്യവസ്ഥകൾ പാലിക്കുന്നതിലേക്കായി. ആ കാര്യത്തിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. 2006 സർക്കാർ ഈടുപത്രങ്ങൾ ആക്ടിൽ ആവശ്യമായ ഭേദഗതി വരുത്തുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ നിയമനിർമ്മാണം നടത്തുന്നതിന് ഈ സഭയ്ക്ക് യോജിപ്പാണുള്ളത്. വി ഹാവ് നോ ഒബ്ജക്ഷൻ. അതാണല്ലോ ഇതിൽ അറിയേണ്ടത്. ഞങ്ങൾക്ക് കേരള നിയമസഭയ്ക്ക് ഇതിൽ യാതൊരു ഒബ്ജക്ഷനുമില്ല എന്ന് ഈ പ്രമേയത്തിലൂടെ കേന്ദ്ര സർക്കാരിനെ അറിയിക്കുന്നു. അല്ലാതെ ഭേദഗതിക്ക് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെട്ട കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഇതിലെ ഭേദഗതി. ഘടനാപരമായി ഞാൻ മുന്നോട്ട് വെച്ച ഭേദഗതിയാണ് ശരിയെന്ന അഭിപ്രായം കൂടി രേഖപ്പെടുത്തുകയാണ്. സാർ, അദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതിനെ എൻട്രി ചെയ്യാൻ സഹായകരമായ കാര്യം തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം, നമുക്ക് നേരത്തെ ഒരു നിയമം ഉണ്ടായിരുന്നു. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് 2006 RBIയുടെ ഡയറക്ഷൻ അനുസരിച്ച് ഒരു നിയമം ഉണ്ടാക്കി. ആ നിയമം വന്നു കഴിയുമ്പം 1944 മുതലുള്ള കടപ്പത്ര രംഗത്തും നമ്മൾ വിപണിയിൽ എടുത്തിരുന്ന തീരുമാനങ്ങളൊക്കെ വാലിഡായി നിൽക്കണമെങ്കിൽ 2006 ഈ അമെൻമെൻറ്റോട് വരണം. ഇതേ ഉള്ളൂ ബേസിക് പ്രശ്നം. 1944 മുതൽ എടുത്തിട്ടുള്ള നടപടിക്രമങ്ങൾ ലീഗലൈസ് ചെയ്യാൻ അതിൻ്റെ നടപടിക്രമമാണ് 2006 ആക്ട്. അത് എല്ലാ സംസ്ഥാനങ്ങളുടെയും കൂടി അനുമതി വേണം, സംസ്ഥാന റെസൊല്യൂഷൻ വേണം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ റെസൊല്യൂഷൻ വന്നത്. അതുകൊണ്ട് ഇവിടെ നമ്മൾ അവതരിപ്പിച്ച ഈ സ്റ്റാറ്റ്യൂട്ടറി റെസൊല്യൂഷനകത്ത് അതെല്ലാം കൺക്ലൂസീവായിട്ടുണ്ട്. അതുകൊണ്ട് അത് തന്നെ അംഗീകരിക്കുന്നതാണ് നല്ലതെന്നുള്ള അഭിപ്രായം. ശ്രീ എൻ ഷംസീൻ, താങ്കൾ അവതരിപ്പിച്ച ഭേദഗതി പ്രസ് ചെയ്യുന്നുണ്ടോ? അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ ഭേദഗതി സഭ തള്ളിയിരിക്കുന്നു. ഇനി ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി അവതരിപ്പിച്ച സ്റ്റാറ്റ്യൂട്ടറി പ്രമേയം പാസ്സാക്കുമെന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ സഭ പ്രമേയം ഐക്യകണ്ഠേന പാസ്സാക്കിയിരിക്കുന്നു.